ഹലോ, ഇന്നൊരു കറക്കാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് തന്നെ ഞാനിത് ആര്യശാല, നമ്മുടെ ട്രിവാൻഡ്രം അട്ടക്കുളങ്ങരയ്ക്ക് അടുത്ത് ഗണേഷ് ബ്യൂട്ടി വേൾഡ് അങ്ങനെ ഒരു ഷോറൂമിലാട്ടോ പോകുന്നത്. ഹോൾസെയിൽ ഷോപ്പാണ് വരുന്നത്. എല്ലാ ഐറ്റംസും ഏകദേശം മേക്കപ്പ് ബാക്കി എല്ലാം അടങ്ങുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും. ഞങ്ങൾ മെയിനായിട്ട് വാങ്ങാൻ പോയത് ഒരു ലിപ്സ്റ്റിക്ക്, മസ്കാര, കാജൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ലിപ്സ്റ്റിക്ക് ഒന്ന് സോച്ച് ചെയ്ത് നോക്കിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് തിരുവാതിരയുണ്ട്. അപ്പോൾ തിരുവാതിരയ്ക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഷെയ്ഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല ഡാർക്ക് റെഡാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ നോക്കുന്നത്. ഞാനിവിടെ ഫേസസ് കാനഡയുടെയും പിന്നെ നമ്മുടെ ഷുഗറിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഷുഗറിൻ്റെ പാൻ സ്റ്റിക്കാണ് കേട്ടോ. നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. അപ്പം അത് നല്ലതാണ് കേട്ടോ. ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എൻ്റെ ഷെയ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പതിയെ അങ്ങനെ വെച്ചു. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ചേച്ചി യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ഇങ്ങനെ ഇട്ട് നോക്കുമായിരുന്നു. 2-3 ഷെയ്ഡ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട്, ഇത് ഫേസസിൻ്റെ ആണ്. ഇത് നമ്മുടെ ഗ്രേവ് വൈൻ ആ ഒരു ഇതിൽ വരുന്ന ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾക്ക് നന്നായിട്ട് ചേരാത്തതുകൊണ്ട് നല്ല ഒരു ഡാർക്ക് റെഡായിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട്. ടോക്കീസിൻ്റെ ഒരു അത്യാവശ്യം ഒരു 300 റേഞ്ചിലുള്ള ഒരു അടിപൊളി ടോപ്പായിരുന്നു കേട്ടോ. ബോഡിക്കോൺ ഡ്രസ്സായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങി. നമ്മുടെ പാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ റീസെൻ്റായിട്ട് ഒരു പാക്ക് ഫൗണ്ടേഷൻ വാങ്ങിയപ്പോൾ ഈ ഒരു പാക്കേജ് അല്ല എനിക്ക് കിട്ടിയത്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എനിക്കിതല്ലല്ലോ കിട്ടിയതെന്ന്. ഇത് അതിൻ്റെ ടോപ്പിലത്തെ ഒരു സെക്ഷനാണ് വരുന്നത്. അതായത് അവിടെ നമ്മുടെ സിറംസ്, പെർഫ്യൂംസ്, ഷാംപൂസ് അങ്ങനെ എല്ലാ ഐറ്റംസ് നമുക്ക് ഓൺലൈൻ കിട്ടുന്ന ഏകദേശം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഇതൊരു ആർട്സ് ഗുഡൻസിൻ്റെ ടെർമറിക്കാണ്. അങ്ങനത്തെ റോസ് പെറ്റൽസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ ആർട്സ് ഗുഡൻസിൻ്റെ ഇത് റോസ്മേരി വാട്ടർ. പിന്നെ ഇത് ആരും എന്നെ തല്ലരുത്. ഞാൻ ഇവിടുത്തെ പെർഫ്യൂം ഏകദേശം ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓൺലൈൻ വാങ്ങാൻ കേട്ടോ പതിവ്. ഇത് നമ്മുടെ കണ്ടോ കുറേ തലകൾ, അതായത് നമ്മുടെ ബ്യൂട്ടി അങ്ങനെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ഹെയറൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബ്യൂട്ടി അതായത് പാർലറൊക്കെ നടത്തുന്നവരെല്ലാം ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. ഇതുണ്ടോ ഈ റിങ്ങൊക്കെ 25 രൂപയുള്ളൂ. നല്ല ഡയമണ്ട് പോലത്തെ റിങ്സൊക്കെ 25 രൂപ. അങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങൾ ഞങ്ങളിന്ന് വാങ്ങിയായിരുന്നേ. അങ്ങനെ ബില്ലൊക്കെ ഇട്ടു. അവിടെ ബില്ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മാൾ ഓഫ് ട്രാവൻകൂറിലായിരുന്നു. അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങേണ്ടായിരുന്നു. ഫോണിൻ്റെ ചാർജർ എനിക്കെല്ലാവർക്ക്. ഹലോ, ഞങ്ങളുടെ ഇപ്പം മാൾ ഓഫ് ട്രാവൻകൂറിലാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു വേണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ കഴിച്ചത്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഫലൂദയുടെ ഒരു ഫലൂദ വാങ്ങി ഞാൻ കൊച്ചിൻ്റെ കൂടിയിട്ട് അടി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഈ തരതില്ലെന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കാറിൽ വന്ന നമ്മുടെ അനിയനുണ്ടായിരുന്നു. അവൻ കയറി വരാത്തതുകൊണ്ട് അവന് പിന്നെ സബ്വേന്ന് ഒരു ചിക്കൻ റോള് വാങ്ങി കേട്ടോ. ചിക്കൻ റോളൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി പാക്ക് ചെയ്തിട്ട് കുറച്ച് അല്ലറച്ചുള്ള വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് രാമചന്ദ്രയിൽ വന്നതാണ്. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ പോകേണ്ടത് തിരുവാതിര പ്രാക്ടീസിനായിരുന്നു. കാരണം മൺഡേ ഞങ്ങളുടെ ധനുമാസ തിരുവാതിര ഉള്ളത് കൊണ്ടും ഒട്ടും സമയമില്ല കേട്ടോ. കാരണം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രമാണിച്ച് കുറേ മീറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും സമയമില്ലായിരുന്നു. എന്നാലും ഏകദേശം വന്നതായതുകൊണ്ട് ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവളിങ്ങനെ അവോക്കയുടെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടും അവോക്കയുടെയൊക്കെ വാങ്ങാൻ കേട്ടോ. ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 200 രൂപ, അതായത് 3 എണ്ണം 200-250 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് വാങ്ങി. പിന്നെ വീട്ടിലൊക്കെ കുറച്ച് സാധനം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്തു കേട്ടോ. ഏകദേശം ഇപ്പം തന്നെ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. 5:30 നമുക്ക് അവിടെ എത്തേണ്ടതാണ്. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി.